മണിപ്പൂർ കലാപക്കേസിൽ മുൻ മുഖ്യമന്ത്രി ബിരൻ സിംഗിന്റെ ശബ്ദരേഖ പരിശോധിക്കണമെന്ന് സുപ്രീംകോടതി. ശബ്ദരേഖ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറാനും നിർദ്ദേശമുണ്ട്. പരിശോധനാ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകണമെന്നും സുപ്രീംകോടതി. കലാപത്തിൽ മെയ്തൈ വിഭാഗത്തിന് അനുകൂലമായി പ്രവർത്തിച്ചുവെന്ന ബിരൻ സിംഗിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. തൗഫീഖ് അസ്ലം ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാൻ. തൗഫീഖ്, എത്രത്തോളം നിർണായകമാണ് സുപ്രീംകോടതിയുടെ ഈ ഒരു നിർദ്ദേശം? ഇത് എങ്ങനെ ബിരൻ സിംഗിനെ ബാധിക്കാനാണ് സാധ്യത? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? തൗഫീഖ് കേൾക്കുന്നുണ്ടോ? ജീന, മുൻ മുഖ്യമന്ത്രി എൻ ബിരൻ സിംഗിന്റെ ശബ്ദരേഖ പരിശോധിക്കണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ ശബ്ദരേഖയുടെ ഒരു ഭാഗം ഫോറൻസിക്കിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ ശബ്ദത്തിന്റെ പൂർണ്ണമായും ഇത് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ കോടതി വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് 48 സെക്കൻഡുള്ള ഒരു ശബ്ദരേഖയായിരുന്നു എൻ ബിരൻ സിംഗിൻ്റെതെന്ന് പറഞ്ഞ് പുറത്തു വന്നത്. അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഗാന്ധിനഗറിലെ ദേശീയ ഫോറൻസിക് സയൻസ് സർവകലാശാലയിൽ പരിശോധന നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും പരിശോധന നടത്തണമെന്നാണ് ഇന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് ഈ പൂർണ്ണമായിട്ടുള്ള 48 സെക്കൻഡുള്ള ശബ്ദരേഖ ഫോറൻസിക് സയൻസിന് നൽകുകയും എത്രയും വേഗം ഇത് പരിശോധിച്ച് അതിന്റെ ഫലം, അതിന്റെ റിസൾട്ട് സീൽഡ് കവറിൽ നൽകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കണമെന്ന് കോടതിയോട് പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിച്ചത്. നേരത്തെ ഇതിന്റെ ഒരു ഭാഗം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പരിശോധിക്കുകയും ഈ ശബ്ദം ഈ ഫോറൻസിക് ലാബിൽ പരിശോധിച്ച ഓഡിയോ ക്ലിപ്പും എൻ ബിരൻ സിംഗിന്റെ ശബ്ദവുമായി ചേരുന്നില്ല, ചില കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടായിരുന്നു കോടതിയെ സമർപ്പിച്ചത്. അതിന് പിന്നാലെയായിരുന്നു മുഴുവനായിട്ടുള്ള ശബ്ദരേഖ പരിശോധിക്കണം. പോലീസ് ഈ ഫോറൻസിക് സയൻസിൽ പരിശോധിക്കാനായി നൽകിയത് ചില എഡിറ്റഡ് ചെയ്ത ചില ക്ലിപ്പുകൾ മാത്രമായിരുന്നു നൽകിയത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും പരിശോധിക്കണം എന്നുള്ളൊരാവശ്യവുമായി വീണ്ടും ഹർജിക്കാർ കോടതിയെ സമീപിക്കുകയായിരുന്നു. അത് കോടതി അംഗീകരിക്കുകയും 48 സെക്കൻഡുള്ള ആ ഓഡിയോ എത്രയും വേഗം പരിശോധിച്ച് അതിന്റെ ഫലം കോടതിയിൽ നൽകണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.